എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി, തമ്മിൽ ചേർത്തു നിർത്തി സ്നേഹമോട് ഉമ്മ വെച്ചുണർത്തി, എന്നെ പേര് ചൊല്ലി വിളിച്ചു. അറിയാതെ കണ്ണുനീർ വന്നു, ഇനി ദേരിയില്ല നാഥ, വാഴ്ത്തുന്നു നിന്റെ നാമം. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി, തമ്മിൽ ചേർത്തു നിർത്തി സ്നേഹമോട് ഉമ്മ വെച്ചുണർത്തി, എന്നെ പേര് ചൊല്ലി വിളിച്ചു. അറിയാതെ കണ്ണുനീർ വന്നു, ഇനി ഭേദിയില്ല നാഥ, വാഴ്ത്തുന്നു നിന്റെ നാമം. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി. എന്നെ തന്നെ ഞാൻ ഉള്ളിൽ പൂജിച്ചിന്നോളോ, മണ്ണിൽ തന്നെ എൻ ലക്ഷ്യം നേടാമെന്നോർത്തു. ഭോഗവസ്തുക്കൾ മാത്രം നിത്യമെന്നോതി, ആത്മജീവിതം പാടെ വിസ്മരിച്ചു ഞാൻ. തമസിൻ സുഖം തേടി മനസ്സിൻ അകം ശൂന്യം, അലിവിൻ സ്വരം കേൾക്കാം തിരിഞ്ഞു വചനമാർഗേ. അനുതാപക്കണ്ണി വീഴ്ത്തി കരയുമ്പോൾ യേശു വന്നെന്നിൽ. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി, തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോട് ഉമ്മ വെച്ചുണർത്തി, എന്നെ പേര് ചൊല്ലി വിളിച്ചു. അറിയാതെ കണ്ണുനീർ വന്നു, ഇനി ധൈര്യമില്ല നാഥ, വാഴ്ത്തുന്നു നിന്റെ നാമം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനും കർത്താവേ. ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോ ആൻഡ് സെൽ എവറിത്തിങ് യു ഹാവ്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനം. Jesus looked at him and loved him. You are missing one thing, he said. Go and sell everything you have. Give the money to those who are poor. You will have treasure in heaven. Then come and follow me. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന്, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ആമേൻ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്ന അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശിമയോനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. സുവിശേഷത്തിന് ആദ്യമായി അങ്ങനെ തുടക്കം കുറിച്ചു. അന്ത്രയോസ് ശിമയോനെ സാക്ഷാൽ രക്ഷകന്റെ സന്നിധിയിലേക്ക് നയിച്ചു. ആ സമയം യേശു അവനെ നോക്കി. യേശു ശിമയോനിൽ ഒരു കേഫായെ കാണുന്നു. ഒരു നോട്ടത്തിൽ അവൻ്റെ പിൻകാല ജീവിതത്തെ യേശു കണ്ടു. അവൻ തനിക്ക് വേണ്ടി തലകീഴായി ക്രൂശിക്കപ്പെടുന്നത് കണ്ടു. തനിക്ക് വേണ്ടി ഒരു പാറയായി നിൽക്കുന്നതും കണ്ടു. യേശുവിൻ്റെ ദൃഷ്ടികൾ നമ്മെ സദാസമയം നോക്കിക്കൊണ്ടിരിക്കുന്നു. നാം തെറ്റിലേക്ക് വീണുപോയാലും ആ കണ്ണുകൾ നമ്മെ നോക്കിക്കൊണ്ടിരിക്കും. തിരുസന്നിധി വിട്ട് നമുക്ക് ഓടി ഒളിക്കുവാൻ സാധ്യമല്ല.
ഒരിക്കലും സാധ്യമല്ല. നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ആവശ്യമായി വന്ന ധനികനായ മനുഷ്യനെ യേശു നോക്കി. യേശു നോക്കിയപ്പോൾ അവനിലെ കുറവ് കണ്ടു. അവനിലെ ധനത്തിൻ്റെ അതിയായ ആഗ്രഹവും കണ്ടു. യേശു നോക്കിയപ്പോൾ അവനിൽ കണ്ട കുറവുകളോടുകൂടെ അവനെ സ്നേഹിച്ചു. ഇങ്ങനെ പറഞ്ഞു, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. അതാണ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനം. യേശുവിൻ്റെ നോട്ടം നമ്മുടെ കുറവുകളെ കാണിച്ചു തരുന്നു. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം വ്യക്തമായി നോക്കിക്കാണുന്നു. അവിടുന്ന് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. പാവത്തിൽ പതിക്കുമ്പോഴും യേശുവിൻ്റെ ദൃഷ്ടികൾ നമ്മെ ഒരു തിരിച്ചുവരവിന് ക്ഷണിച്ചുകൊണ്ട് സ്നേഹത്തോടെ പിന്തുടരുന്നു. യേശുവിനെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ഒരിക്കലും താൻ തള്ളിപ്പറയയില്ല എന്ന് പറഞ്ഞവനാണ് ആര്? പത്രോസ്. എന്നാൽ യേശു ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പത്രോസ് ഭയപ്പെട്ടു. 3 തവണ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ കോഴി കൂവി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:61 ആ ഒരു ചരിത്ര സത്യം നാം കാണുകയാണ്. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. കർത്താവിനെ തള്ളി പറഞ്ഞപ്പോഴും കർത്താവ് അത്യന്തം ആർദ്രതയോടെ സ്നേഹത്തോടെ പത്രോസിനെ നോക്കുകയായിരുന്നു. ആ കണ്ണുകൾ പത്രോസിനെ തേടുകയാണ്. ആ നോട്ടത്തിൽ 1000 അർത്ഥമുണ്ടായിരുന്നു. തൻ്റെ അരുമനാഥന്റെ മൊഴികളെ പത്രോസ് ഓർത്തു. ഇന്ന് കോഴിക്കൂവും മുമ്പേ നീയും എന്നെ തള്ളിപ്പറയും എന്ന് യേശു പത്രോസിനോട് പറഞ്ഞത് ഓർത്തു. യേശുവിൻ്റെ ആ ഒറ്റ നോട്ടത്തിൽ കൂടി യേശു പത്രോസിനോട് ചോദിക്കുകയായിരുന്നു, ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? ഏറ്റവും കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് 3 തവണ ആണയിട്ട് പറഞ്ഞ നീയും 3 തവണ നിഷ്കരുണം എന്നെ തള്ളി പറഞ്ഞില്ലേ? യേശുവിൻ്റെ ആ നോട്ടം പത്രോസിന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. നുറുങ്ങിയ ഹൃദയവുമായി പത്രോസ് കരയുവാൻ തുടങ്ങി. യേശുവിൻ്റെ ഒറ്റ നോട്ടം പത്രോസിനെ അനുതാപത്തിലേക്ക് നയിച്ചു. പിന്നീട് പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് ഒരു കൊടുങ്കാറ്റ് പോലെ സുവിശേഷം രാജ്യങ്ങളിലെല്ലാം ആഞ്ഞടിച്ചു തലകീഴായി ക്രൂശിൽ രക്തസാക്ഷി മരണം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം പത്രോസിന് കൃപ ചെയ്തു. നാം തീയിൽ കൂടി കടന്നു പോയാലും ദൈവം അത് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടികൾ നമ്മെ പിന്തുടരുന്നുണ്ട്. നാം പ്രലോഭനങ്ങളിൽ വീഴുമ്പോഴും ആ നയനങ്ങൾ സ്നേഹത്തോടെ നമ്മെ പിന്തുടരുന്നു. ആ കൃപ നമ്മെ എല്ലാറ്റിലും നിന്ന് വിടുവിക്കുന്നു. ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. എന്നാൽ നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചു. ഇതായിരുന്നു നിന്റെ താല്പര്യം എന്ന് ഞാൻ അറിയുന്നു. സഹോദരങ്ങളെ, നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തെ തളർത്തുമ്പോൾ ഓർക്കുക, നമ്മുടെ ഗുരുവിൻ്റെ നയനങ്ങൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന എങ്ങനെയാണ്: കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നാം അറിയാതെ നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ കൃപാകടാക്ഷത്തിൽ കീഴിൽ താണിരിക്കാൻ പ്രത്യാശയോടെ നമ്മൾ തന്റെ ദൈവകരങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു പുതിയ ദിനം കൂടി നിന്ന് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന സ്വർഗീയ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ അനുധാവനം ചെയ്യുവാൻ തടസ്സം നിൽക്കുന്ന മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുവാൻ, അനുസരിക്കുവാൻ, അനുധാവനം ചെയ്യുവാൻ വീണ്ടും വീണ്ടും ഞങ്ങളെ ശക്തീകരിക്കണം. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യനും ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകം അനുഗ്രഹം പ്രാപിക്കുവാൻ, എബ്രാപ്പച്ചനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ജീവിക്കുവാൻ അവിടെ ഞങ്ങൾ സഹായിച്ച് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇന്ന് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭയവും വിട്ടുമാറട്ടെ. അവരുടെ കരങ്ങളെ ശക്തീകരിക്കണമേ. പരീക്ഷയ്ക്കായി അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അവിടെ യാത്രയിൽ കൂടെ ആയിരിക്കണം. നല്ല ആരോഗ്യത്താൽ അവരെ നിറയ്ക്കുന്നതിനായി അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ സകല ശാരീരിക അസ്വസ്ഥതകൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. അവർ പഠിക്കുന്ന സ്കൂളിനെയും കോളേജസിനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും കൂടെ പഠിക്കുന്ന സഹപാഠികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ ഒരു ദുഷ്ടശക്തിയും കുഞ്ഞുങ്ങളെ തൊടാതെ പരിശുരക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വയലുകളെയും ഓഫീസുകളെയും ഞങ്ങളുടെ ബിസിനസ്സിനെയും ഞങ്ങളുടെ തോട്ടങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നപ്പ. ഞങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതും അത്യന്തം പരമായി അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യ അനുഗ്രഹിക്കണം. ഉക്രൈനെ അനുഗ്രഹിക്കണം. ദൈവമേ, ആ യുദ്ധത്തിൻ്റെ പൈശാചിക പ്രവർത്തനങ്ങൾ രാജ്യങ്ങളിൽ നിന്നും വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഒരിക്കൽ കൂടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുദ്ധക്കെടുതിയിൽ നരകയാതന അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവേ, അവിടുത്തെ കരം അവരുടെ മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കത്തിനായി അങ്ങേ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ഒരുങ്ങി അങ്ങയുടെ വരവിനെ കാത്തിരിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കും. ആരും കൈവിടപ്പെട്ടു പോകാതെ അവിടുത്തെ രാജ്യത്തിൽ, ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ അവിടുത്തോടൊപ്പം ദീർഘകാലം വസിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന മക്കൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ. അവിടുത്തെ അടിപ്പിണരിനാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുക. സ്തോത്രം. വിശേഷാൽ കിഡ്നി രോഗത്തിൽ മാനസികമായും ശാരീരികമായും വേദന അനുഭവിക്കുന്ന മക്കളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പുതിയ അവയവങ്ങൾ മക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്നേ ദിവസം കർത്താവേ, ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓരോ മക്കളുടെയും ബെഡിനരികിൽ അവിടുത്തെ കരം അവരെ സ്പർശിക്കുന്നതിനായി സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അവിടുന്നാണല്ലോ ഞങ്ങളുടെ മഹാവൈദ്യം. നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയിൽ ഒട്ടിച്ചേർന്ന് ജീവിക്കുവാൻ മക്കളെ സഹായിക്കും. അവിടുത്തെ ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആരെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞിടിലും യേശുവെന്നാലും എൻ്റെ കൂടെയുണ്ടല്ലോ. രാവണഞ്ഞാലും സൂര്യനസ്തമിച്ചാലും ദീപമായെന്നും മുന്നിൽ നീ ഉദിക്കുന്നു. അറിവിൽ വരം ചൊരിയൂ, കനിവിൽ കരം നൽകൂ. ഹൃദയം സദാ സമയം തുടിക്കും നന്ദിയോടെ. അഭിമാനം കൊള്ളും ഞാൻ യേശുവിൽ മാത്രം. എന്നാലും എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വെച്ചുണർത്തി എന്നെ പേര് ചൊല്ലി വിളിച്ചു. അറിയാതെ കണ്ണുനീർ വന്നു, ഇനി പേടിയില്ല നാഥ. വാഴ്ത്തുന്നു നിന്റെ നാമം. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വെച്ചുണർത്തി